ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മളെ അഭയ് ബ്രോൻ്റെ റൂമിൽ ഇന്നലെ സ്റ്റേ ചെയ്ത് എത്ര രൂപ കൊടുത്തത്? ഇന്ത്യൻ റുപ്പി 400 രൂപ. ഇവിടെ ഒരു റൂം കാണിച്ചാലോ. നല്ല റൂമാണ്, നല്ല മോശം, നല്ല റൂം. ഇവിടെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ പുറത്തതാ നല്ല വ്യൂ ഇങ്ങനെ കാണാം, പോയിൻ്റെ വ്യൂ കാണാം. 400 രൂപ. അതായത് യോന് എന്ന് വെച്ചെങ്കിൽ യോക്ക് ഒരു മാസം ഫുള്ളിടെ നേപ്പാളിൽ നമ്മൾ ഇറങ്ങാൻ പ്ലാൻ. അപ്പോൾ നമുക്ക് റൂം കാര്യമില്ല ആവശ്യമുണ്ടെന്ന് ഇല്ലെങ്കിൽ വണ്ടി കണ്ട ഫുള്ള് വർക്കാക്കുന്നത് എന്തോ മറ്റേ ഗെയിമിങ് ഡിസൈനർ അങ്ങനെ എന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നെന്ത് പ്ലാൻ ഇല്ലെങ്കിൽ ഇപ്പോൾ ഓനില്ല, അവന് പുറത്തിട്ട് പോയിട്ടുണ്ട്. സലാഹു അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് ട്രക്കിങ് ചെയ്യാനുള്ള പെർമിറ്റ് എടുക്കണം. അപ്പോൾ പെർമിറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് ട്രക്കിംഗ് ഷൂ ഇല്ല, അപ്പോൾ അതും വേണം. അങ്ങനെ ഒരു രണ്ടാൾ പുറത്തുള്ളത്, അപ്പോൾ ഞാൻ മാത്രമേ റൂമിലുള്ളത്. അപ്പോൾ നമ്മളെ പവർ ബാങ്ക് എല്ലാ കാര്യം ചാർജ് ആക്കി. പിന്നെ യൂട്യൂബിൽ വീഡിയോസ് 2-3 വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ നെറ്റ്വർക്ക് കാർഡ് കിട്ടുന്നില്ല. ഇവിടെ ഫ്രീ വൈഫൈ ആയതുകൊണ്ട് ഇവിടുന്ന് അപ്ലോഡ് ചെയ്യാൻ പ്ലാനാക്കി. അപ്പോൾ ഇപ്പോൾ സ്ഥലം വന്നിട്ട് നമ്മളെ ബാഗ് കുറേ ലഗേജ് ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ എവിടെയെങ്കിലും വെക്കണം. ഹോട്ടലിൽ ഇവിടെ തന്നെ നെക്സ്റ്റ് ചോദിച്ചു നോക്കണം വെക്കാൻ പറ്റുമെന്ന്. എന്നാലും ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് കുറച്ച് മെയിൻ വേണ്ട സാധനം എടുത്ത് ട്രക്കിങ് ചെയ്താൽ മതി, നല്ല വെയിറ്റ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞങ്ങളെ ഇപ്പോൾ പ്ലാൻ അതാണ്. ഇപ്പോൾ ഇവിടുന്ന് ഗാന്ധ്രൂക്ക് വില്ലേജിൽ പോകും. അതായത് ഇവിടുന്ന് ഷെയർ ടാക്സി ഇഷ്ടം, ബസ് പോവില്ല. റോഡിൽ ചെറിയ ഇടുങ്ങിയ വഴിയാണ്, ഓഫ് റോഡാണ്. ഏകദേശം 4 മണിക്കൂർ കാണിക്കുന്നില്ല. എന്ന് വെച്ചാൽ റോഡ് അമ്മാതിരി തല്ലിപ്പൊളി റോഡാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങണം. ഇപ്പോൾ സ്ഥലവും ഭക്ഷണം വെറും ബ്രെഡും പിന്നെ വിട്ട് കഴിച്ചിട്ടുണ്ട്. രാവിലെ ചായ ഒന്നും ഉണ്ടാക്കിയില്ല. സലാവ് വന്നിട്ട് മാഗിയൊക്കെ കൊണ്ടുവരുന്നു പറഞ്ഞു. ഇപ്പോൾ രാവിലെ മാഗി കഴിക്കാന്ന് വെച്ചാൽ ഉപ്പുമാവ് ഉണ്ടാക്കാനൊന്നും സമയമില്ല, പെട്ടെന്ന് റെഡിയാണല്ലോ. അപ്പോൾ നമുക്ക് ഗാന്ധർക്ക് വെച്ച് കാണാം. പെർമിറ്റ് എടുത്തിട്ട് നമുക്ക് ചൗമീൻ ഇത് ബഫാ ബീഫ് ചൗമീൻ എത്ര കൊടുത്ത? 110 ഇത്തര ഭയങ്കര വേർത്ത്. അത് ബീഫിന്റെ 65 രൂപ, അത്രേ ഉള്ളൂ. ഭയങ്കര വേർത്താണ് സാധനം. അപ്പോൾ അഭയ് ഞാൻ ഇവിടെ പറഞ്ഞ പോലെ പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ സമയമില്ല. നമ്മൾ ജസ്റ്റ് മേങ്ങി ദൽ സോസ് കൊച്ചിയിലെക്കോട്ടെ സോസ്. അപ്പോൾ നമുക്കത് അടുത്ത അവിടെ വെച്ച് കാണാം. അപ്പോൾ അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് പോകാനുള്ള പെർമിറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരാൾക്ക് നേപ്പാളി റുപ്പീസ് 1000 രൂപ, നമ്മുടെ അടുത്ത് 600 രൂപ അറേഞ്ച് ചെയ്തു ഇതുണ്ട്. പിന്നെ ഒരു മാപ്പ് വന്നിട്ടുണ്ട്. ഇതാണ് മാപ്പ്. 2 മാപ്പ് വന്നിട്ടുണ്ട്. ഇല്ല എങ്ങനെ പോകേണ്ടത്, ഏത് റൂട്ട് നല്ല കറക്റ്റ് പറഞ്ഞ് ഒരു മാപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെന്ത് ഇതും അതേപോലെ തന്നെ മാപ്പ് പോലെ സംഭവം തോന്നുന്നു. പിന്നെ ഇൻസ്ട്രക്ഷനിൽ തന്നിട്ടുണ്ട്, ഉള്ള സാധനമുണ്ട്. നമ്മൾ ഗാന്ധ്രൂക്കിലേക്ക് പോകാനുള്ള ബസ്സിൽ കയറ്റുന്നുണ്ട്. ഇത് ഗാന്ധ്രൂക്കിലേക്കല്ല, ഇതൊരു ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുപോകും. ആടുന്ന് ഗാന്ധ്രൂക്കിലേക്ക് ബസ് കിട്ടും പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഒരു ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നേപ്പാളിൽ നല്ല മഴയാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഹാരി ചോക്ക് പോകാൻ കഴിയുന്നുണ്ട്. ഹാരി ചോക്ക് പോയി അവിടുന്നാണ് ഗാന്ധ്രൂക്ക് വില്ലേജിലേക്കുള്ള ബസ് കിട്ടുക. അപ്പോൾ ഞങ്ങൾ സൈഡാക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ നല്ല മഴ, നല്ല ഇടിയ മഴയാണ്. അതായത് 2-3 ദിവസമായി നല്ല മഴ. കറക്റ്റ് 3:30-4 മണി മഴ പെയ്യുന്നുണ്ടല്ലോ, കറക്റ്റ് ആ സമയത്ത് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അഭയ് ബ്രോ ഉണ്ട്, സ്ഥലമുണ്ട്. ഞങ്ങൾ ഗാന്ധ്രൂക്ക് വില്ലേജ്. അപ്പോൾ മഴ കുറച്ച് കുറയണം, ഇല്ലെങ്കിൽ നടക്കായിരുന്നു. ഇപ്പം നടക്കാൻ പറ്റില്ല, എന്ന് വെച്ചാൽ ലഗേജ് ഒക്കെ ഉണ്ടല്ലോ മൊത്തം നനയും. അപ്പോൾ ഇതിലൊരു കോട്ടുണ്ട് കേട്ടോ അടിയിൽ, ആ കോട്ട് എടുത്തിട്ട് ഇടാം, പ്രശ്നമില്ല. നമ്മളെ കുറേ ബാഗെല്ലാം അവിടെ ഒരു ഹോട്ടലിൽ സേഫായിട്ട് വെച്ച്, ഞങ്ങളുടെ അഭയ് ബ്രോൻ്റെ ഹോട്ടലിൽ വെച്ച്. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ എന്ന് വെച്ചാൽ ട്രക്കിംഗ് പോകുമ്പോൾ കുറേ ബാഗ് കൊണ്ട് പോലെ ഇത് പ്രശ്നമാവല്ലോ. പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ട്രക്കിംഗ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും, അതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു സലാഹുന്ന ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട്. ഇത് ഭയങ്കര വെയിറ്റാണ് ബാഗ്. ഇതിൽ ഫുള്ള് പച്ചക്കറി ഐറ്റംസ് ഒക്കെ ഹരിച്ചോക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇവിടുന്ന് ഗാന്ധ്രൂക്കിലേക്ക് ബസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടുന്ന് ഒരു പുള്ളി പറഞ്ഞ് ലാസ്റ്റ് ഒരു ബസ് ഉണ്ട്.
ബസ്സാണെങ്കിൽ ഒരു 300-350 ആ റേഞ്ചിൽ നമുക്ക് ഗാന്ധ്രൂക്ക് വരെ എത്താം. ഇതിന് 2.5 മണിക്കൂറുണ്ട്. മറിച്ച് ഷെയർ ടാക്സി ഒക്കെ ആണെങ്കിൽ നല്ല റേറ്റാണ്. ഒരാൾക്ക് ഏകദേശം 700 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലാഭം എന്ന് വെച്ചാൽ ബസ്സിൽ പോകാനാണല്ലോ, 300 ലാഭമായില്ലേ. അപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട്, ഇവിടെ ഇരുന്നിട്ടുണ്ട്, നമ്മൾ 2 പേര് ഇവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പുള്ളി പറഞ്ഞായിരുന്നു ബസ്സൊന്ന് വരാനുണ്ട്. നല്ല മഴ കേട്ടോ ഇവിടെ, നല്ല മഴയാണ്. ഈ മഴ ഗാന്ധിക്കുണ്ടെങ്കിൽ നമുക്ക് വ്യൂ ഒന്നും കാണില്ല കേട്ടോ. ഹിമാലയം വ്യൂ കാണാൻ നല്ല സംഭവത്തൊക്കെ വേണം. നോക്കാം എന്തൊക്കെയാന്ന് നോക്കാം. അപ്പം നമ്മൾ ബസ്സിൽ കയറിയിട്ട് ഒരു ഏകദേശം 15 കിലോമീറ്ററോളം ഞങ്ങൾ നടത്തിയിട്ടുണ്ടാവും കേട്ടോ. ഹൈജു എന്നുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഞങ്ങള്. പിന്നെ കുറച്ചും കൂടി പോകാണ്ട്. ഇതിന് റോഡൊക്കെ ഷോക്കായിരിക്കും, ഓഫ് റോഡായിരിക്കും ഗാന്ധിക്കുള്ളിലേക്ക്. നല്ല തണുപ്പുണ്ട് പുറത്ത്, നല്ല തണുപ്പ് കാറ്റൊക്കെ ഉണ്ട്. അപ്പോ ഈ ബസ് ഫുൾ മൊത്തം കാണിച്ചത് ഇതാണ് ബസ്സിന്റെ അവസ്ഥ. ആൾക്കാരല്ല മൊത്തം ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടാണ്. ഇതാണ് എന്ന് വെച്ചാല് അവിടുത്തെ വണ്ടിയൊക്കെ വളരെ കുറവായിരിക്കും പോകുന്നത്. അങ്ങനത്തെ റോഡാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ബസ്സിലൊക്കെ കയറ്റി വിടുന്നതായിരിക്കും, അങ്ങനെയാണ് സാധ്യത. അപ്പോൾ ഗാന്ധ്രക്ക് വില്ലേജ് കയറാൻ 2 കിലോമീറ്റർ ഉണ്ട്. ഭയങ്കര ഓഫ് റോഡ് എന്ന് വെച്ചാൽ എക്സ്ട്രീം ഓഫ് റോഡ്. ഇവിടെ ഫ്രണ്ടിൽ ലോറി എന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, അറിയില്ല. അത് ചെളിയിൽ പൂണ്ടിരിക്കുക, അത്ര നല്ല ഓഫ് റോഡാണ് മഴയൊക്കെ പെയ്ത്. അപ്പോൾ ഈ ബസ് ഇവിടെ വരെ ഉണ്ടെന്ന് പറഞ്ഞു, ഇതിന് മേലേക്ക് കയറാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇതിൽ തന്നെ ഉറങ്ങിയിട്ട് നാളെ രാവിലെ പോകാൻ പ്ലാൻ. സലാവ് കൂടെ ഉറങ്ങുന്നുണ്ട്, ബസ്സിനുള്ളിൽ നിന്ന് ഉറങ്ങാൻ പ്ലാനാക്കി. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി സ്ലീപ്പിംഗ് ബാഗൊക്കെ ഇട്ട് മാറ്റൊക്കെ ഇട്ട് ഞങ്ങൾ ഇതിൽ ഉറങ്ങിയതാണ്. നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഞാനൊക്കെ ഈ ബസ്സിനുള്ളിൽ 2 ജാക്കറ്റ് ഇട്ടിട്ടാണ് കിടന്നുറങ്ങിയത്. എന്തെന്ന് അറിയില്ല, ഭയങ്കര തണുപ്പായിരുന്നു, സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരുന്നു. അങ്ങനെ എല്ലാം കിടന്ന് നേരം വെളുപ്പിച്ചെന്ന് പറയാം. അവിടെ ബസ് ഡ്രൈവർമാരൊക്കെ നേരം വെളുത്തിരി 4 മണിയാകുമ്പോൾ വന്ന് അവരൊക്കെ രാത്രി വേട്ടയാടാൻ പോകും, മാനിനെ വേട്ടയാടാൻ പോയി എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അങ്ങനെ അവരെ വന്ന് ഞങ്ങളങ്ങനെ ഇറങ്ങുകയാണ്. അങ്ങനെ ഗാന്ധ്രൂക്കിലെത്തി. ഇവിടുത്തെ രാവിലത്തെ വ്യൂ കണ്ടോ, നല്ല കൊടുമുടികളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ രാവിലെ വീഡിയോ ഒക്കെ എടുത്ത് നല്ല രസമായിരുന്നു അവിടെ രാവിലെ. പിന്നെ ഇവിടെ ഗാന്ധ്രൂക്ക് ഈ അന്നപൂർണ്ണ റീജിയൻസൊക്കെ കണ്ട് വേറൊരു കാഴ്ചയാണ്. ഇവിടെ എല്ലാ ട്രാൻസ്പോർട്ടേഷൻ ഇങ്ങനത്തെ കഴുതകളിലാണ് കേട്ടോ. ഏത് സാധനമാണെങ്കിലും ഇതിലാണ് സാധനമൊക്കെ കയറ്റി കൊണ്ടുപോകും. പാവം തോന്നുന്നുണ്ട് ആ കഴുതകളാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടെ തന്നെ ഇതേ സ്ഥലത്ത് ഇരുന്നിട്ട് അവിടെ ബാത്റൂമിൽ പോയിട്ടുണ്ട്. കൊടുമുടിയൊക്കെ മൊത്തം ഫോഗ് പിടിച്ചിട്ട് മേഘങ്ങളൊക്കെ വന്നതാ മൂടി കിടക്കണം. ആ രാവിലത്തെ വ്യൂ മെല്ലെ മെല്ലെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് ട്രക്കിങ്ങിന് ഇതാ അവിടെ ഒരു റൂട്ട് കണ്ടോ, ആ റോഡ് കണ്ടോ പോകുന്നത്, ദാണ്ട് അങ്ങോട്ട് പോകുന്നത്. അതിലെ കൂടിയാണ് നമ്മൾ പോകേണ്ടത്. പിന്നെ ഇവിടെ കൂടി വഴിയുണ്ട്, ഈ റൂട്ട് കൂടി വഴിയുണ്ട്, പക്ഷേ ഇതാണ് അടുത്ത്. അപ്പോൾ എന്താ പറയുക, ഞങ്ങളിപ്പോൾ കുറച്ച് മേലെ കണ്ട ആ സ്തൂപ്പ, അവിടെ പോയിട്ട് അവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കാനൊരു പ്ലാന്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല ഞങ്ങൾ. അപ്പോൾ സലാവുന്നെ വെയിറ്റ് ആക്കുന്നുണ്ട്, ടോയ്ലറ്റ് ഉണ്ട്. അബീബ്രോ വീഡിയോസ് എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ അവിടെ മേലൊരു മൊണസ്റ്റിപ്പിൻ്റെ സ്ഥലമുണ്ട് അവിടെ. അപ്പോൾ അവിടെ നിന്ന് വരെ പോയി അവിടെ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാനാണ് പ്ലാൻ. എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുന്ന സ്പോട്ടാണെങ്കിൽ വെള്ളം കുറച്ച് വേണം, അത് ഇല്ലെങ്കിൽ കഴിക്കാൻ കുറച്ച് സീനാണ്. മേലെ പോയി നോക്കാം, അവിടെ മറ്റേ ഹോട്ടലൊക്കെ ഉണ്ട്, അവിടെ വെള്ളം വെച്ച് കിട്ടുകയാണെങ്കിൽ അവിടെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം. മാഗിയൊക്കെ ഉണ്ട്. ഇന്ന് സ്ഥലം ഉണ്ടാക്കുന്ന മാഗി അല്ല, ഇന്ന് രാവിലെ മാഗി ഉണ്ടാക്കി ഒപ്പിക്കാം. ഉച്ചക്ക് നല്ല ചോറും പരിപ്പ് കറി ഉണ്ടാക്കാം. അതാ വ്യൂ നോക്കിയാൽ മൊത്തം കാർമേഘം പിടിച്ചൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. രാവിലെ നല്ല വ്യൂ ആയിരുന്നു. ഏകദേശം എല്ലാ പീക്കൊക്കെ മൊത്തം മൂടി കിടക്കുവാണ്. അതാണ് പ്രശ്നം വെതറിനാണ്. എന്ന് വെച്ചാൽ 2-3 ദിവസമായിട്ട് നല്ല മഴയാണ്, മഴക്കാറാണ്. ഇപ്പോൾ ചെറിയ മഴക്കാറുണ്ട്, മഴ പെയ്യുന്ന ലക്ഷണത്തിലുണ്ട്. നോക്കാം എന്തൊക്കെയാവുമെന്ന്. ഇതൊക്കെ ഒരു യാത്രയുടെ അനുഭവങ്ങളല്ലേ. ഈ കാണുന്നത് ഗാന്ധ്രക്ക് വില്ലേജിലെ ഒരു സ്കൂളാണ്. അവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്, കുട്ടികൾ വോളിബോളൊക്കെ കളിക്കുന്നുണ്ട്. നല്ല രസമാണ് അവിടെ കാണാൻ. നമ്മൾ മാഗി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ട് അങ്ങനെ. അപ്പോൾ ഇതാണ് സ്ഥലം. നല്ല വ്യൂ കണ്ടിട്ട് ഇങ്ങനെ മാഗി ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ ഇതിന്റെ എങ്ങനെ വെച്ചാൽ കാണിച്ചതാ മാഗി. നമ്മളെ ഇത് ലാസ്റ്റ് ഇടാന്
ഓണിയൻ ഫ്ലേവർഡ് ഓയിൽ സംഭവം ഉണ്ട് ഇവിടെ. ഇവിടെ നേപ്പാളി 20 റുപ്പീസ് ആണ് കേട്ടോ. ഞങ്ങളടുത്ത 12 രൂപ ആവും. അത് സെയിം ആണ് റേറ്റ്. ഞങ്ങൾക്കൊന്ന് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ടെന്നാണ്. ഇവിടെ മാഗി അല്ല വൈ അല്ല 12 രൂപ വൈ എന്നാണ് പറയുന്നത്. നല്ല സാധനം മോശമല്ല. തിന്നോക്കണല്ലോ സാധനമാണ് അറിയാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പുമാവ് കൊണ്ട് ഉണ്ടാക്കാം. ഇന്ന് രാത്രി ഒന്നും കഴിച്ചില്ല ഞങ്ങൾ. ഗാന്ധർക്ക് വില്ലേജിലേക്കുള്ള വഴി ഇങ്ങനെയാണ് കേട്ടോ. സ്റ്റെപ്പായിട്ടുള്ള വഴികളാണ് മൊത്തം. നല്ല രസമാണ് വീഡിയോ ഒക്കെ കാണാനല്ലോ. ഇത് ചെറിയൊരു മൊണാസ്ട്രിയാണ്. നന്നായിട്ട് കിഴക്കൊന്ന് വെച്ചാൽ 2000 മീറ്റർ ഉയരത്തിലുള്ള ഒരു വില്ലേജാണിത്. ഹെവൻ വ്യൂ എന്നുള്ള ഒന്ന് കാണുന്നുണ്ട്. ഇതാണ് തോന്നുന്നത് എനിക്ക് മെയിൻ വ്യൂ ഉള്ള സ്ഥലം. ഇതെന്തായിരിക്കും ഹെവൻ വ്യൂ നട്ടത്. ഞാനൊരു വാടി എടുത്തിട്ടുണ്ട്. ഇത് കുത്തി കുത്തി നടക്കാല. ഞങ്ങളിങ്ങനെ നടന്നു വരുമ്പോൾ ഒരു മ്യൂസിയം കണ്ടിട്ടാ. ഓൾഡ് ഗുരു മ്യൂസിയം എന്നാണ് പേര്. എൻട്രി ഫീസ് ഒരാൾക്ക് 100 രൂപയാണ്. നേപ്പാളി 100 രൂപയാണ്. ട്രക്കിങ്ങിനൊക്കെ ഇൻഫർമേഷൻ ബോർഡുണ്ട്. ഇതെല്ലാം അങ്ങ് മുഷിഞ്ഞു പോയിട്ടുണ്ട്. എനിക്ക് മഞ്ഞുമല ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. മൊത്തം ഫഗ് പിടിച്ച്. രാവിലത്തെ വ്യൂ കണ്ടായിരുന്നല്ലോ. ഒന്നുമില്ല. ഒരു ദീദി ഉണ്ട് ഇവിടെ. ഹലോ. നായിനെ വയ്യെത്തുന്നല്ലേ പുള്ളിക്കാരി. ചെറിയൊരു പോരാവാ ഒരല്ല മ്യൂസിയം ഇത്. പണ്ടത്തെ എല്ലാ വീട്ടിലുണ്ടായ സാധനമെല്ലാം ഉണ്ട്. എല്ലായിടത്തും എല്ലാ സ്ഥലത്തും ഈ ടിബറ്റൻ ഫ്ലാഗ് ഉണ്ടാവും. ഇവിടെ ഇതിൽ ഫുള്ള് മന്ത്ര ലൈറ്റ് ഉണ്ടാവും. കണ്ടോ എന്ത് കോളിഫ്ലവറാ. ഇതിൻ്റെ എന്തോ ചെറുത് പൊടിക്കുന്നില്ല. എന്ത് സംഭവം എന്ന് അറിയില്ല. ഇതെല്ലാം കോളിഫ്ലവർ കൃഷിയാ. കോളിഫ്ലവർ തന്നെയല്ല ക്യാബേജ്. എന്തിപ്പോ ഇതെന്ത് ക്യാബേജാ. ഇതേപോലത്തെ എന്തോ സംഭവം എന്തൊന്നും അറിയില്ല. ഒട്ട് അറിയാതാണെന്ന് കമൻറ്റ് ചെയ്യാട്ടാ. നല്ല എവിടെ പോയാലും ഇതാണ് പാത. കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയ ഒരു പാതയാണ് എവിടെ പോയാലും. നല്ല രസമാണ് കേട്ടോ വില്ലേജ്. നല്ല അടിപൊളി വില്ലേജാണ്. നല്ല രസമുണ്ട് വില്ലേജിന്. പട്ടിക്കുട്ടി ഇത് ഞങ്ങളെ സ്റ്റാർട്ടിങ് മുതൽ ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ട്. ഞങ്ങളെ വിട്ടു പോകുന്നില്ല പുള്ളി. ഒരു അടിപൊളി സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഏതാ വ്യൂ നോക്കിയാൽ ഇവിടുന്ന് ഗുറുങ് കോട്ടേജ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. വീടാണെന്ന് തോന്നുന്നു. അത് നോക്കിയാൽ കുറേ ട്രഡീഷണൽ നേപ്പാൾ ഡ്രസ് ഇട്ട് കുറേ പേര് ഇവിടെ കാണാം കേട്ടോ. നമുക്ക് മാപ്പിലൊക്കെ നോക്കിയാലില്ലേ ഗാന്ധർ വില്ലേജിൻ്റെ ഫോട്ടോസ് ഇതായിരിക്കും കാണാം. നല്ല സ്ഥലമാണ്, അടിപൊളിയാണ്. ഇവിടെ കുറേ പേര് വന്നിട്ട് ഇവിടെ റീൽസ് ഉണ്ടാക്കും. എല്ലാ പരിപാടി ഉണ്ടാവും ഇവിടെ. സെറ്റല്ലേ. ഗാന്ധർക്ക് വില്ലേജിൻ്റെ മെയിൻ വ്യൂ സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനതാ കുറേ പെണ്ണുങ്ങളൊക്കെ ടിക്ടോക്ക് ആക്കുന്നുണ്ട്. ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിരിക്കുക. ഇവിടെ കുറച്ച് പേരുണ്ട്. ഇവരുടെ ഡ്രസ്സ് അയച്ചു കേട്ടോ. നേപ്പാളി 200 രൂപയാണ് ഇവർ ചാർജ് ആക്കുന്നത്. നല്ല അടിപൊളിയാണ്. ബൈ ബൈ ബ്രോ. ബൈ ബൈ. നല്ല അടിപൊളി വ്യൂ കേട്ടോ. നല്ല കാറ്റും അമ്മാതിരി കാറ്റാണ്. രാത്രിയൊക്കെ തണുക്കാൻ കാരണം കാറ്റാണ്. തണുപ്പും കാറ്റും ഒന്നിച്ചിട്ടായാലും സീനാണ്. ഭയങ്കര സഹിക്കാൻ പറ്റില്ല. ഭയങ്കര തണുപ്പാണ്. ഇന്നലെ നന്നായി കുളിച്ച് ഫ്രഷായി. കുളിക്കാത്ത കുറേ സമയം കിട്ടുന്നില്ല. സംവിധാനം വെച്ചാൽ നമ്മൾ ടെൻ്റൊക്കെ നിൽക്കുന്നില്ല. ഇന്നലെ അബൈബ്രോൻ്റെ റൂമിൽ കുളിച്ചെല്ലാം ഫ്രഷായി ഇറങ്ങിയാണ്. അങ്ങനെ വൈകുന്നേരം 4:45 നമ്മൾ ലവ്ലി ഹിമാലയ വ്യൂ പോയിന്റിലേക്ക് പോകുന്നല്ലേ. ടെൻ്റടിക്കാൻ കഴിച്ചില്ല സ്ഥലമാവും. ഗൂഗിളിൽ നോക്കിയിട്ട് നമ്മൾക്ക് അവിടെ ടെൻ്റടിക്കാൻ പറ്റുമെന്നാണ് അറിഞ്ഞത്. അവിടത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 1 കിലോമീറ്റർ നടന്നു ഞങ്ങൾ. ഇനി ഇവിടുത്തെ എല്ലായിടത്തും വീടുണ്ട്. സ്റ്റെപ്പല്ലേ എല്ലായിടത്തും പോകണ്ട. അങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് പോകണം. ലഗേജും ഉണ്ട്. സ്ഥലത്താക്കിയിട്ടുണ്ട്. കറക്റ്റ് ഐഡിയ ഇല്ല എവിടെ നിന്ന് ചോദിച്ചിട്ട് പോവാം.
കണ്ടോ സെറ്റല്ലേ ഇത് കാന്തൂക്കലത്തല്ല ഏറ്റവും പഴയ പേരല്ലേ ഇവിടുത്തെ എരുമേല നോക്കിയാൽ പോ എല്ലാ മൃഗങ്ങൾക്ക് നല്ല രോമം ഉണ്ടാവുക ഇങ്ങോട്ടല്ല തണുപ്പ് സ്ഥലത്ത് നിൽക്കുന്ന അതേടെ ഭയങ്കര തന്നെ നല്ല രോമം ഉണ്ടാവും നല്ല സ്ഥലമാണ് നല്ല സെറ്റ് സ്ഥലമാണ് ബാഗുകൾ വെച്ച് റെസ്റ്റ് എടുക്കാനുള്ളത് ഇത് നല്ലൊരു പോരാ അപ്പം നമ്മളിവിടെ ടെൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്ന ആരും ഇല്ല ചോദിക്കായിരുന്നു ഇവിടെ ടെൻ്റ് അടിച്ച് എന്താ വെച്ചാൽ ഇത് മൊത്തം വില്ലേജ് നല്ല ഹോം സ്റ്റേ പിന്നെ ഇവിടുത്തെ വീട് എല്ലാം ആണ് ഇവിടെ നാളെ രാവിലെ വെച്ചാൽ അങ്ങോട്ട് നല്ല ഹിമാലയൻ വ്യൂസ് കാണാം അപ്പോൾ സലാഹുള്ളിൽ ഡ്രസ്സ് എന്ത് ചേഞ്ച് ആക്കുന്നുണ്ട് കുക്കാക്കണം ഇന്നിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങണം ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഇവിടെയാണ് ടെൻ്റ് അടിച്ചത് ഇതാ വ്യൂ നോക്കിയാൽ പിന്നെ നല്ല ഹിമാലയൻ വ്യൂസൊക്കെ കാണാം ഇവിടെ രാവിലെ ഒരാൾ വന്നിട്ട് ടെൻ്റൊക്കെ മാറ്റണം പറഞ്ഞ് സീനാക്കിയിട്ട് പോയതാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയില്ല ഫുഡൊക്കെ സാധനമൊക്കെ പുറത്ത് വെച്ചായിരുന്നു പക്ഷെ താഴെ എവിടെ കിട്ടുമെങ്കിൽ അവിടെ ഫുഡ് ഉണ്ടാക്കാം നമ്മളൊരു മലയാളി കൂടി ഉണ്ട് വേറൊരു പുള്ളി അങ്ങോട്ട് പോയിട്ടുണ്ട് 2 മലയാളി കൂടി കിട്ടിയിട്ടുണ്ട് ലോകത്ത് ഏത് മുക്കിലും മൂല ഒരു മലയാളി ഉണ്ടാവുന്നതാണല്ലോ പേര് പറഞ്ഞ ബ്രോ ഷിബിൻ ബ്രോ ആണ് ഒറ്റ ബ്രോ വേറെ 2 ബ്രോ കൂടി ഉണ്ടെന്ന് പറഞ്ഞു അവര് ബാക്കിൽ വിറകിൽ വരുന്നുണ്ട് പറഞ്ഞു അങ്ങനെ ദീദി നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ തരാൻ പറഞ്ഞു ഇത് ഓർഡർ നിൽക്കുന്ന സ്ഥലം മുകളിൽ ഹോം സ്റ്റേ കൊടുക്കുന്നതാ ഹോം സ്റ്റേ എല്ലാം മജുണ്ട് കാണാൻ ഒരു ട്രഡീഷണൽ ഹോം സ്റ്റേ അപ്പൊ ദീദി ഹായ് ദീദി അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് എന്നിട്ട് കണ്ണൂർ ടവർ അവിടുന്ന് പോയി ഞങ്ങൾ അന്നപൂർണ്ണ പോകേണ്ട ദിവസം വന്നായിരുന്നു പക്ഷേ അത് വെതർ ശരിയില്ലാത്തതുകൊണ്ട് അത് പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ച് അപ്പോൾ വേറൊരു ടീംസിനെ കിട്ടിയിട്ടുണ്ട് അവർ ലക്നൗവിൽ പഠിക്കുകയാണ് അവർ കോഴിക്കോട് മലപ്പുറം ഒക്കെ ഉള്ള ആൾക്കാരാണ് അപ്പോൾ അവരെ ഒന്നിച്ച് ഒരു ദിവസം പിറ്റേ ദിവസം കൂടി ഞങ്ങൾ ഗാന്ത്രൂക്ക് ഇങ്ങനെ ചുറ്റിക്കറങ്ങാമെന്ന് തീരുമാനിച്ച് അപ്പോൾ നല്ല വൈബായിരുന്നു കേട്ടോ മറ്റേ കണ്ണൂർ ടീംസൊക്കെ നല്ല വൈബായിരുന്നു പക്ഷേ നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുള്ള സമയം കിട്ടിയുള്ളൂ എന്താണെന്ന് വെച്ചാൽ അവർ അടുത്തത് അരുണാചൽ പ്രദേശ് മേഘാലയ അവിടെയൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഒരു ദിവസം കൂടി ഡില്ലായി ഞങ്ങൾ അന്നപൂർണ്ണ പോകുന്ന ഒരു ദിവസം കൂടി ഡില്ലായിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഒരു മ്യൂസിയത്തിൽ വന്നിട്ടുണ്ടാവുക പെരുന്നായി കണ്ട മ്യൂസിയം ഇതാ ടോപ്പ് എന്തായാലും ചെറിയ ബ്ലോസമിൻ്റെ ഒരു മരം കൂടിയുണ്ട് നല്ല അടിപൊളിയാണ് കാണാൻ അടുത്തടുത്ത് ഇങ്ങനെ മുട്ടിട്ടാണ് വില്ലേജ് ഇതാണ് കാന്തോക്കര പഴയ വില്ലേജ് കേട്ടോ അവരെ കണ്ട പോലെയല്ല ഇത് പഴയ വില്ലേജാണ് ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിക്കോ എത്രയും 2071 ഈ സംഭവം എന്തോ ഇവിടുത്തെ ഇത് കൊല്ല വർഷമല്ല വേറെ നമ്മൾ നോക്കാനല്ല ഇംഗ്ലീഷ് ഇവരുടെ കലണ്ടറൊക്കെ ഡിഫറെന്റ് ആണ് സെറ്റാ അപ്പൊ രാത്രിയായി അപ്പോൾ ഈ ഈ അപ്പാർട്ട്മെന്റിലോ ഇങ്ങോട്ട് മുകളിൽ ബാക്കി 2 ആൾക്ക് ഇപ്പോൾ റൂം സെറ്റ് ആയിട്ടില്ല നമ്മൾ താഴെ ടെൻ്റ് അടിക്കും നമ്മൾ ചോറ് ഉണ്ടാക്കുന്നുണ്ട് ചോറും പരിപ്പ് കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇനി കൊച്ചി ലക്സറി ഇതാ ഇനി നമ്മളെ കൊച്ചമാലു ടീംസ് ഉണ്ട് നമ്മൾ ഫുള്ള് ബാർഗെയിൻ ആക്കിയിട്ടില്ല ഇവിടുത്തെ 600 നമ്മൾ അടുത്ത 370-350 റുപ്യ ഈ റൂം സെറ്റായി ഇന്ന് രാത്രിക്ക് അപ്പോൾ നമ്മൾ 2 ആൾ കൂടി കിടക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഇന്ന് രാത്രി നമ്മുടെ ടെൻ്റ് സ്റ്റേ ചെയ്തിട്ട് നാളെ ഇൻഷാ അല്ലാഹ് ഇവിടെ അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് പോകണം സലാഹുക്ക് ഷൂ സെറ്റായിട്ട് ഇത് വരെ എന്താവെന്ന് അറിയില്ല ഇൻഷാ അല്ലാഹ് അത്രയേ ഉള്ളൂ പറയാൻ